നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഹലോ, എസ് ഐ ആ സർ. അത്ര സുഖമുള്ള കാര്യം പറയാനല്ല ഞാൻ വിളിച്ചത്. ഒരു പെൺകുട്ടിയുടെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തി. അത് നിത്യയാണോന്ന് ഞങ്ങൾക്കൊരു സംശയം. റെയിൽവേ ട്രാക്കിലോ? നിത്യോ? ഏയ്, ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല സർ. ആത്മഹത്യയാണെന്നാ തോന്നുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കൃത്യമായി പറയാൻ പറ്റും. അപ്പോൾ ഉറപ്പിച്ചോളൂ സർ, അത് നിത്യയല്ല. നിത്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ആവാം. എന്തായാലും ബോഡി ഞങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റണം. അവിടെ വന്നാൽ കാണാം. ഞാൻ വരാം സർ. എനിക്കുറപ്പാ അത് നിത്യ ആയിരിക്കില്ല. എന്നാലും ഞാൻ വരാം. അവരുടെ വീട്ടിൽ അറിയിക്കണം. വേണ്ട സർ, അവർ വെറുതെ പേടിക്കും. വിവരം ഞാൻ തന്നെ അറിയിച്ചോളാം. ശരി. എന്താ സത്തു, വല്ല വിവരം കിട്ടിയോ? അവിടെ ശരത്തില്ലേ? ഇല്ല. അതായിരിക്കും ഞാൻ വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. ഫോൺ സ്വിച്ച് ഓഫാ. അല്ല, സിത്തു എന്തിനാ ശരത്തിനെ ഇപ്പൊ വിളിച്ചേ? അത് ഏയ് ഒന്നുമില്ല. എന്താ എന്താ സിത്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറൊന്നുമല്ല ദേവികെ, കുറച്ച് മുൻപ് എന്നെ ഇങ്ങോട്ട് എസ് ഐ വിളിച്ചിരുന്നു. റെയിൽവേ ട്രാക്കില് ആത്മഹത്യ ചെയ്തതാണെന്ന് എസ് ഐ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ബോഡി. ഞാനാകെ പേടിച്ചുപോയി. അതൊരിക്കലും നിത്യ ആയിരിക്കില്ല സിദ്ധു. പിന്നെ നിത്യ ആത്മഹത്യ ചെയ്യുമല്ലേ, അത് വേറെ വല്ലവരും ആയിരിക്കും. ഞാനും അത് തന്നെയാ പറഞ്ഞ എസ് ഐയോട്. വിവരം നേരിട്ട് എനിക്ക് ദേവികയോട് പറയേണ്ട ഒരു മടി. അതാ ഞാൻ ശരത്തിനെ വിളിച്ചത്. അവൻ ഒരു തണ്ടി നടക്കുക. ഒരു കണക്കിന് നന്നായി അവന്റെ ഫോൺ കിട്ടാത്തത്. എങ്കിൽ ഈ വിവരം വെച്ച് അവൻ നന്നായിട്ടൊന്ന് ആഘോഷിച്ചേനെ. അതിനത് നിത്യമല്ലല്ലോ. അത് നമുക്കല്ലേ അറിയൂ. അവൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? അവൻ ആ ബോഡിയെ നിത്യയാക്കും. എന്നിട്ട് അച്ഛന്റെ മുന്നിൽ വന്നെന്ന് വിളമ്പും. പാവം അച്ഛൻ തകർന്നു പോയില്ലേ അങ്ങനെയൊക്കെ കേട്ടാ? ഭാഗ്യം അങ്ങനൊന്നും സംഭവിക്കാതിരുന്നത്. സേതു, അന്വേഷണം നിർത്തണ്ട കേട്ടോ. നേരം വെളുക്കുന്നതിന് മുൻപ് നമുക്ക് എങ്ങനെയെങ്കിലും നിത്യ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാ. എന്തോ ഒറ്റ കാണോ എന്റെ കുട്ടിക്ക്. വേഗം അവൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. വിഷമിക്കണ്ട, നമ്മൾ ആഗ്രഹിക്കുന്ന വിവരം നമ്മളെ ഉടനെ തേടിയെത്തും. ദേവിക സമാധാനമായിട്ടിരിക്കുക. ശരി.
കിട്ടിയോ? ഇല്ലമ്മേ. റോഡായ റോഡ് മുഴുവനും ഞാൻ നോക്കി. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നോക്കി. അവിടെ ഒന്നുമില്ല. പിന്നെ ഇവളിത് എവിടെ പോയി? ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയതായിരിക്കും. എന്നാ ആ വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണുന്നു. കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന് വിളിക്കണം. ഇവിടുത്തെ നമ്പർ ഓർമ്മ കാണത്തില്ല. ഇപ്പൊ എല്ലാം ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കല്ലേ. പലർക്കും പലരുടെ നമ്പർ അറിയില്ലല്ലോ. എന്നാലും നമ്മളെ കുറിച്ച് ഓർക്കണ്ടേ? രാവിലെ ഇറങ്ങി പോയതല്ലേ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഒരിക്കലും പെരുമാറുന്ന ആളല്ല നിത്യ. പിന്നെന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അവളെങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. വന്നാലും വഴക്കൊന്നും പറയണ്ട. പാവം. ന്യായമായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. നിക്കടാ. നിന്റെ ചെരുപ്പ് എവിടെ? ഏത് ചെരുപ്പ്? പണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് ഇട്ടിരുന്ന ചെരുപ്പ്. മേതിയേടി, നിന്റെ ചെരുപ്പ് എവിടെടാ? അതോ? അത് മിസ്സായി. എങ്ങനെ മിസ്സായി? അതിന്റെ വള്ളി പൊട്ടി. സത്യം പറ.